ഹലോ, തെക്കോട്ടുള്ള കുർളയപ്പുഴ അതിലേറ്റവും തീയതി രഘു അങ്ങോട്ട് വരുന്നുണ്ട്. ജയദേവൻ അവിടെ ഉണ്ടല്ലോ എന്നുള്ളതാണ് ഞങ്ങളുടെ ഏക ആശ്വാസം. ഇവിടെ തന്നെ ഒരു സ്കൂളിൽ അവന് ജോലി ശരിയായതാണ്. പക്ഷെ അവൻ തിരഞ്ഞെടുത്തത് ജയദേവൻ്റെ വഴി തന്നെ. ജയദേവനെ പോലെ ആകണം എന്നാണല്ലോ അവൻ എപ്പോഴും. ഹലോ, ജയദേവനല്ലേ? അതെ, ഇരിക്കും. താങ്ക് യു സർ. എൻ്റെ പേര് ശങ്കരൻ. ആദ്യ അപ്പോയിൻമെൻ്റ് അല്ലേ? അതെ. പരിപുരം കണ്ടപ്പോഴേ തോന്നി. തുടങ്ങിക്കോളൂ. കുറച്ച് കഴിഞ്ഞാൽ എല്ലാം ശരിയായിക്കൊള്ളും. ഹലോ ജയദേവൻ, വെൽക്കം ടു അവർ ഓഫീസ്. ഞാൻ ജോസഫ്. ഈ ഓഫീസിന്റെ എല്ലാമാണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ ശങ്കരേട്ടാ? മിസ്റ്റർ ജയദേവൻ, മറ്റുള്ളവരൊക്കെ പരിചയപ്പെട്ടോ? ഇല്ല, പരിചയപ്പെട്ടു വരുന്നു. ശങ്കരേട്ടാ, അടുത്ത മീറ്റിംഗിന് കാര്യം മറക്കണ്ട. ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ, ഒരു നാടകത്തിന്റെ റിഹേഴ്സല്ല. എനിവേ, വിഷ് ഓൾ ദി ബെസ്റ്റ്. ഹായ്. ഹലോ. ഈ ഗൗളിക്കൊരു ധാരണയുണ്ട്. പ്രിയപ്പെട്ട അമ്മയ്ക്ക്, അമ്മ പ്രാർത്ഥിച്ചതിൻ്റെ എല്ലാം ഫലം എനിക്ക് കിട്ടിത്തുടങ്ങി. നല്ല ജോലി, നല്ല ആൾക്കാർ. താമസിക്കാൻ ഓഫീസിനടുത്ത് തന്നെ ഒരു വാടക വീട് ശരിയായിട്ടുണ്ട്. ഓഫീസിലെ ശങ്കരനാണ് തരപ്പെടുത്തി തന്നത്. പിന്നെ നമ്മുടെ നാട്ടിൻപുറത്തിൻ്റെ ശാന്തത ഇവിടെ ആയിരിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. जिंदाबाद, इंकुलाब जिंदाबाद, गोलालेकम जिंदाबाद, गोलालेकम जिंदाबाद, इंकुलाब जिंदाबाद, इंकुलाब जिंदाबाद, गोलालेकम जिंदाबाद, गोलालेकम जिंदाबाद, गोलालेकम जिंदाबाद, गोलालेकम जिंदाबाद, गोलालेकम जिंदाबाद, गोलालेकम जिंदाबाद. केंद्र सरकार नीति वाली इंकुलाब जिंदाबाद, इंकुलाब जिंदाबाद, इंकुलाब जिंदाबाद, इंकुलाब जिंदाबाद, इंकुलाब जिंदाबाद, इंकुलाब जिंदाबाद, इंकुलाब जिंदाबाद.
എക്സ്പയറി ഡേറ്റ് ഇല്ലാത്ത മരുന്നുകൾ മാനുഫാക്ചറിംഗ് ഡേറ്റ് കഴിഞ്ഞ് 5 വർഷത്തിന് ശേഷം ഒരു കാരണവശാലും വിതരണം ചെയ്യാൻ പാടില്ലെന്ന് സാറിന് അറിയാലോ. പക്ഷേ ഇവിടുത്തെ മെന്റൽ ആശുപത്രിയിൽ അത്തരം മരുന്നുകൾ നിസ്സഹായരായ രോഗികൾക്ക് വിതരണം ചെയ്തിരിക്കുകയാണ്. സാർ എന്താ ഈ ഫയൽ തിരിച്ചയച്ചത്? എനിക്ക് മനസ്സില്ലാഞ്ഞിട്ട്. എടോ, ഇത്രക്കൊന്നും റിസ്ക് എടുക്കാൻ എന്നെ കൊണ്ടാവില്ല. താൻ എന്തൊക്കെ എഴുതി കൂട്ടിയാലും അതൊന്നും എവിടെ എത്താനും പോകുന്നില്ല. ഞാൻ ഇതിലൊന്നും ഒപ്പിടുന്ന പ്രശ്നമേ ഇല്ല. കഷ്ടം തന്നെ. സാറിനെ പോലെ ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥന്മാർ റിസ്ക്കും നോക്കി ഇരുന്നാൽ എങ്ങനെ ശരിയാകും? അല്ല മിസ്റ്റർ ജയദേവൻ, ഇതുപോലെ എത്ര കേസുകൾ നമ്മൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് എന്തുണ്ടായി? പിന്നെ വേണ്ടേ വേണ്ട, എൻ്റെ കുടുംബകാര്യമൊന്നുമല്ലല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ജയദേവ, നമ്മൾ തലകുത്തിയിരുന്ന് പണിതിട്ടൊന്നും യാതൊരു കാര്യമില്ല. ആരും ഇതൊന്നും അംഗീകരിക്കില്ല. ഇതിപ്പോ ആദ്യത്തെ അനുഭവമൊന്നുമല്ലല്ലോ. കുമ്മനം ചാക്കോച്ചന് PF ശരിയാക്കി കൊടുത്തിട്ട് ഇപ്പൊ എന്താണ്ടായേ? അവസാനം അങ്ങേരെ നമ്മളെ ആക്ഷേപിച്ച് കവിത എഴുതി. ദേവേട്ടാ, ഇന്ന് വൈകിട്ടാ മക്കളുടെ സ്കൂളിലെ ആനിവേഴ്സറി. നമുക്ക് കുറച്ച് നേരത്തെ പോണം. ജയദേവൻ സാറേ, മാഡം വിളിക്കുന്നു. മാഡം ഇപ്പോൾ ചൂടായിരിക്കുന്നു. എന്താ ജയദേവ, അത് 11 മണിക്കാണോ ഓഫീസിൽ വരുന്നത്? ഇതിപ്പോ പതിവായിരിക്കണം. എന്താ ഈ കാണിച്ചു വെച്ചിരിക്കണേ? ഇക്കണക്കിനിതെല്ലാം ഞാൻ സ്വയം ചെയ്യുന്നത് നല്ലതെന്ന് തോന്നുന്നു. പണി ചെയ്യാൻ പറ്റില്ലെങ്കിൽ പൊയ്ക്കൂടെ മിസ്റ്റർ. പുറത്ത് എത്രയോ ചെറുപ്പക്കാരെ ജോലിയില്ലാതെ കാത്തു നിൽക്കണേ. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഈ ഫയൽസൊക്കെ ആ കമ്പ്യൂട്ടറിലൊന്ന് എൻട്രി ചെയ്യൂ. എന്താ ഒന്നും മിണ്ടാത്തത്? ജയദേവന് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലെന്നുണ്ടോ? എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിച്ചോളൂ. അല്ല മാഡം, ഈ +2 അഡ്മിഷൻ്റെ കാര്യം, എൻ്റെ മോളുടെ കാര്യം ഒന്നും ശരിയായിട്ടില്ല. മാഡത്തിൻ്റെ മോൾക്ക് എന്താ ചെയ്തത്?
എന്ത് സ്വപ്നച്ചും കണ്ടേ? നാടിനെ കുറിച്ചോ അതോ കമ്പ്യൂട്ടർ ഭീകരനെ കുറിച്ചോ? ഒന്നുമില്ല മോളൂ, അച്ഛനിങ്ങനെ ഓരോന്ന് ആലോചിച്ചിരുന്നതാ. ഓരോന്ന് ആലോചിച്ചിരുന്നാ നിന്റെ അച്ഛന്റെ വയറ് നിറയും. ഇവിടെ നേരത്തിനും കാലത്തിനും കാര്യങ്ങൾ ഒപ്പിക്കാൻ മനുഷ്യൻ പെടുന്ന പാട്. ഓ, നിന്റെ തലയിലാണല്ലോ ഭൂമി മുഴുവൻ ഇരിക്കണത്. സ്വൈരായിട്ടൊന്ന് വായിക്കാനും സമ്മതിക്കില്ല അച്ഛൻ. ബാക്കിയുള്ളവർക്ക് സ്വസ്ഥായിരുന്നു നല്ല പുസ്തകം വായിച്ചാൽ കൊള്ളാന്നുണ്ട്. ഇതാ ഇപ്പൊ നന്നായി. നിന്നോട് ആരാ പറഞ്ഞ പത്രവും പുസ്തകവും വായിക്കണ്ടെന്ന്? പറയാത്ത കുട്ടികളോ ഇവിടെ നേരെ ഇങ്ങനെ കിടക്കല്ലേ. ഓഫീസിലാണെങ്കിൽ നിന്ന് തിരിയാൻ നേരല്ലേ. ഇവിടെ വന്നാലത്തെ കാര്യം പറയാനുമില്ല. അതെ, ഇവളുടെ കമ്പ്യൂട്ടർ അഡ്മിഷന്റെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ചോ? ആലോചിക്കാതെ അല്ല മല്ലി, അതിനൊരു 10-70,000 രൂപയെങ്കിലും ചെലവ് വരില്ലേ? പിന്നില്ലാതെ. വീട് പണിതതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. അതിനിടയിൽ ഇതുകൂടി ആവുമ്പോ അതൊക്കെ ശരി തന്നെയാ. പിന്നെ ഈ വരണ 22-ാം തീയതി അഡ്മിഷന്റെ ലാസ്റ്റ് ഡേറ്റ്. അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എൻ്റെ സ്വപ്നമായിരുന്നു ദേവ, നാട്ടിലൊരു കൊച്ചു വീടും 3-4 തെങ്ങിന്തയും 4-5 വാഴയും വെക്കാനായൊരു പറമ്പും. കുറേ കാലം മരുഭൂമിയൊക്കെ കിടന്നറിയിച്ചാലും ഒടുവിൽ അത് സാധിച്ചല്ലോ എന്ന് സന്തോഷമുണ്ട്. അപ്പോൾ നീ ഇനി തിരിച്ചു പോകണില്ലേ? ഇല്ല ദേവ, വീട് പണി കഴിഞ്ഞ് ബാക്കി ഒരു 3-4 ലക്ഷം രൂപ ബാങ്കിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ചെറിയൊരു ബിസിനസ് ചെയ്ത് നാട്ടിൽ തന്നെ കൂടാന്ന് വെച്ചു. നമ്മുടെ നാട്ടിലേക്കുള്ള തിരിച്ചുപോക്ക് എൻ്റെ ഒരു സ്വപ്ന. നമ്മുടെ പഴയ അമ്പലപ്പറമ്പും കൂട്ടുകാരും കലാസമിതിയും വായനശാലയും. ഗൾഫിലായിരിക്കുമ്പോൾ എനിക്കും ഇതൊക്കെ തന്നെ ഓർക്കാനുണ്ടായിരുന്നുള്ളൂ. നീയും കൂടി ഇപ്പോൾ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. റിട്ടയർമെൻറ്റിന് ശേഷവും അത് നടക്കും തോന്നുന്നില്ല അരവിന്ദ. എന്നെപ്പോലുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് അതൊരു വിധിയാണ്. എന്നാലും നിനക്കൊന്ന് ശ്രമിച്ചൂടെ? ശ്രമിക്കാത്ത കുറ്റമൊന്നുമില്ല. ദേവേട്ടനെ എപ്പോഴും നാട്ടിൽ പോകണമെന്ന് ഒറ്റ വിചാരമേ ഉള്ളൂ. നാട്ടിലിരിക്കുമ്പോഴാണ് അത്ര ദേവേട്ടന് കൂടുതൽ ആശ്വാസം കിട്ടണത്. എനിക്കും മാലിനിക്കും താല്പര്യമില്ലായിട്ടല്ല, മക്കൾക്കൊട്ടും ഇഷ്ടമല്ല. പിന്നെ അവരുടെ എഡ്യൂക്കേഷനും അതൊരു പ്രശ്നമാണ്. പിന്നെ അവരുടേതല്ലാത്ത നാട്ടിലേക്ക് അവരെ പറിച്ചു നടാൻ ഞങ്ങൾക്കും അവകാശമില്ലല്ലോ. ആ, ഒന്നോർത്താ അതും ശരിയാ. അപ്പം മറക്കണ്ട, ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഗൃഹപ്രവേശം. മക്കളെയും കൂട്ടി വരണം. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ഓഫീസിൽ വോളണ്ടറി റിട്ടയർമെന്റ് സ്കീം പ്രകാരം റിട്ടയർമെന്റ് ചെയ്യിക്കേണ്ടവരെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടെന്ന് കേൾക്കണു. അകലേക്ക് ട്രാൻസ്ഫർ കൊടുത്ത് VRS ഓപ്റ്റിക്കാനുള്ള പരിപാടിയാണ്. എൻ്റെ പേരും ലിസ്റ്റിലുണ്ടെന്നാണ് കേൾക്കണേ. അവർ പുറത്താക്കുന്നവരെ ചേട്ടൻ ഏതായാലും കാത്തു നിൽക്കണ്ട. VRSന് ആദ്യം തന്നെ എഴുതി കൊടുത്തോളൂ. ഏതായാലും 4-5 ലക്ഷം രൂപ കിട്ടില്ലേ? അതുവ്. അതിനുശേഷം ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു പോയാലോ? പാർട്ടീഷൻ കഴിഞ്ഞപ്പോൾ വീട് നമുക്കാണല്ലോ കിട്ടിയിരിക്കുന്നത്. അച്ഛ, അവിടെ കേബിൾ ഇന്റർനെറ്റ് ഒക്കെ ഉണ്ടോ? നാട്ടിൽ പോയി താമസിക്കാൻ എന്നെ ഉണ്ടാവില്ല. ഞാൻ ആന്റിയുടെ വീട്ടിൽ നിന്നോളാം. അതല്ല മോളൂ, അച്ഛന് വലിയൊരു ആഗ്രഹമല്ലേ നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്നുള്ളത്. പക്ഷേ അമ്മേ, ഇത്രയും സൗകര്യം അവിടെ കിട്ടുമോ? ഇതൊക്കെ വിട്ടിട്ട് ഒരുമാതിരി കാട്ടുമുക്കില്. മോള് പറഞ്ഞ് ശരിയാ. ഇതുപോലൊരു കാട്ടുമുക്കിൽ പോയി താമസിക്കാൻ ഈ അച്ഛനെ കഴിയൂ. കാരണം അച്ഛൻ്റെ നാടാണത്. അല്ലച്ഛാ, ഞാൻ വേണ്ട, മോളൊന്നും പറയണ്ട. അച്ഛനറിയാം മോളുടെ വിഷമം. സോറി അച്ഛാ. നമുക്കൊരു കാര്യം ചെയ്യാം. ഇത്തവണത്തെ വെക്കേഷന് നമുക്ക് എല്ലാവർക്കും കൂടി നാട്ടിൽ പോവാം. സ്ഥിരമായി നാട്ടിലേക്ക് മാറേണ്ട കാര്യം പിന്നീട് ആലോചിക്കാം. സുഹൃത്തുക്കളെ, ഇതൊരു സാധാരണ യാത്രയല്ല.
സമുച്ചയത്തിന് മുമ്പ് ചിത്രശലഭത്തിന്റെ കൂടുതകർത്ത് അതിനാകാശത്തേക്ക് പറത്താൻ ശ്രമിക്കുന്ന വിശാല ഹൃദയരുടെ ഒരു കൂട്ടായ്മയാണ് ഇന്നിവിടെ നടക്കുന്നത്. ജോലിയിൽ പ്രവേശിച്ചന്നു മുതൽ ഇന്ന് വരെ തന്റെ ജോലികൾ പ്രശംസനീയമാവിധം നിർവഹിച്ചിട്ടുള്ള ജയദേവനെ പാരിതോഷികമായി ലഭിച്ചത് അധികാരികൾ അവഗണനയും മാനസിക പീഡനങ്ങളുമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. BR സ്കീം പ്രകാരം തന്റെ റിട്ടയർമെന്റ് ജയദേവൻ സ്വയം തിരഞ്ഞെടുക്കാൻ കാരണം പുറത്താക്കാൻ പോകുന്നവരുടെ ലിസ്റ്റിൽ തന്റെയും പേര് ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള തിരിച്ചറിവെന്ന് മാത്രമാണ്. ഈ മുഹൂർത്തത്തിൽ ഊഴം കാത്തു നിൽക്കുന്നവനെന്ന നിലയിൽ നന്നായി വരട്ടെ എന്ന് മാത്രമേ എനിക്ക് ആശംസിക്കാനാകുള്ളൂ. ഗോപിനാഥനല്ലേ? അതെ. എന്നെ മനസ്സിലായോ? തച്ചപ്പുള്ളിയിലെ ജയദേവനല്ലേ? അതേടോ, ഞാൻ തന്നെ. എത്ര കാലായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്. കൂട്ടുകാരൊക്കെ എന്നെ മറന്നിട്ടുണ്ടാവുന്ന വിചാരിച്ചേ. ഇപ്പം അത് മാറി. ഞാനിവിടെ കൂടാൻ പോവാടോ ഗോപി. അപ്പോ ഭാര്യ മക്കളൊക്കെ ദേ കാറിനകത്തുണ്ട്. പരിചയപ്പെടുത്തി തരാം. പിന്നീടാകാം. എനിക്ക് ആ കൃഷിഭവൻ വരെ ഒന്ന് പോകണം. മണ്ടരിബാധ കാരണം മനുഷ്യൻ വലഞ്ഞില്ലാതായി. വേറെ വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല. എന്നാ പിന്നെ കാണാം. ആ, രാമേട്ടൻ വന്നോ? ഞാനപ്പുറത്ത് തേങ്ങ ഇടിക്കായിരുന്നു. ഒടുക്ക ഇവിടെ തന്നെ കൂടാന്ന് വെച്ചുല്ലേ? ഒന്നും ഉറപ്പിച്ചിട്ടില്ല രാമേട്ട. വരും മക്കളെ. വാ. രാമേട്ട, നമ്മുടെ ശങ്കരൻകുട്ടിയും മാധവനും ഇപ്പൊ എവിടെയാ? അവരിപ്പോൾ ടൗണിലാ താമസം. മക്കള് ഗൾഫിൽ പോയി കുറെ പൈസ ഉണ്ടാക്കി ടൗണിലൊരു ഫ്ലാറ്റും ഇപ്പോൾ വാങ്ങിച്ചു. കാര്യപ്പാട്ട ഗോവിന്ദനോ? അയ്യോ, 2 കൊല്ലായി. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. ഓഹോ, ഇവിടെ നടക്കണമെന്നൊന്നും ഞാൻ അറിയാറില്ല. അത് ശരി. പിന്നെന്തൊക്കെയാ രാമേട്ട നാട്ടിലെ വിശേഷങ്ങൾ? എന്ത് പറയാനാ ജയദേവ, കൃഷിയൊക്കെ ആകെ മോശ. ഈ നാട്ടിൽ നിന്ന് എങ്ങനെങ്കിലും ഒന്ന് പോയാൽ മതി എന്നായിരിക്കണം. രഘു ഇപ്പം എന്താ ചെയ്യണേ? അവനിപ്പോൾ BA കഴിഞ്ഞു. ജയദേവൻ വിചാരിച്ച ടൗണിൽ എന്തെങ്കിലും ഒരു കാര്യം. ഞാൻ വിചാരിച്ച നാടൊക്കെ വല്ലാതെ മാറിയിരിക്കണു അല്ലേ? എൻ്റെ മനസ്സിലുള്ള നാട്ടിൻപുറം അല്ല ഇത്. ഈ തറവാടിപ്പോ എന്താ ചെയ്യാ? നമുക്കിത് വിൽക്കാം. അങ്കിൾ. ആ, രഘു എത്തിയോ? ഞാനിങ്ങനെ ഓരോന്ന് ഓർത്തിരിക്കുകയായിരുന്നു. വരൂ. യാത്രയൊക്കെ സുഖമായിരുന്നില്ലേ? ഉവ്വങ്കിൾ. രാമേട്ടനും എടുത്ത് എന്തു പറയണു? സുഖമായിരിക്കണം. ശരി, പോവാം.